ഹായ് ഫ്രണ്ട്സ്, FCAയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. FCA എന്ന് പറയുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഇതിലേക്ക് 5000-ന് മുകളിലുള്ള നോൺ എക്സിക്യൂട്ടീവ് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്, സ്ഥിര വേക്കൻസിയാണ്. നമുക്ക് കേരളത്തിലും എന്താണ് ഇതിന്റെ വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ പ്രത്യേകത. സൗത്ത് സോണിലുണ്ട്, അതായത് FCAയുടെ വിവിധ ഡെപ്പോയിലേക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ വിവിധ ഓഫീസുകളിലേക്കൊക്കെയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ കേരളത്തിലും വിവിധ ഓഫീസുകളും ഡെപ്പോകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വീഡിയോയില് ഇതിന്റെ വിശദമായിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, എങ്ങനെ നമ്മൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം തുടങ്ങിയിട്ട് അതിന്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ, സിലബസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകുന്നതിലുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഇനി അതല്ല നിങ്ങൾക്ക് ഡിപ്ലോമ, അതായത് റിലവന്റ് ഫീൽഡിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷ നൽകാം. അതോടൊപ്പം തന്നെ ഇനി അതല്ല നിങ്ങൾക്ക് BE BTech ഉള്ളവരാണെങ്കിലും ഇതിലേക്ക് അപേക്ഷ നൽകാം. അപ്പം വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ഇതാണ് നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ ചാനൽ ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ കാണാം. ഇപ്പൊ DRDOയുടെ സെപ്റ്റം റിക്രൂട്ട്മെന്റിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ടൈം എടുത്ത്, അതായത് 38 മിനിറ്റോളം ഡ്യൂറേഷൻ ഉള്ള വീഡിയോ ആണ്. അപ്പൊ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ഇത് അപേക്ഷ നൽകുന്നത് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മളെല്ലാം ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത്, ഷോർട്ട് വീഡിയോ ഒന്നല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ റീസെന്റ് ആയിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വിവിധ വേക്കൻസികൾ നിങ്ങൾക്ക് ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ പറ്റും. അപ്പൊ ഒട്ടനവധി കേന്ദ്ര സർക്കാർ മിനിരത്ന മരുന്ന കമ്പനികളിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അറിയാതെ പോകുന്നതുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയും അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്നതിലൂടെയൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇതിന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ കാണാം നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ അവിടെ വിളിച്ചിട്ടുണ്ട് സോൺ വൈസ് റിക്രൂട്ട്മെന്റ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ് ഇൻ FCA എന്നാണ്. അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഓരോരോ സോൺ വൈസ് ആണ്. ഇപ്പൊ സോൺ വൈസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോർത്ത് സോൺ, ഈസ്റ്റ് സോൺ, വെസ്റ്റ് സോൺ, സൗത്ത് സോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പ്രത്യേകമായിട്ടും എന്താണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് നേതൃത്വം വഹിക്കുന്ന ഒരു വലിയ ഒരു ഓർഗനൈസേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ അപേക്ഷയാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ അപേക്ഷയാണ് വിളിച്ചിരിക്കുന്നത്. അതായത് FCAയുടെ നമ്മുടെ രാജ്യത്ത് വ്യാപിച്ച് കിടക്കുന്ന വിവിധ ഡെപ്പോയിലേക്കും അതുപോലെ തന്നെ ഓഫീസുകളിലേക്കും ഒക്കെ ആയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ നൽകാന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സോൺ വൈസ് ആയിട്ടുള്ള പോസ്റ്റ് വൈസ് വേക്കൻസിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതായത് നോർത്ത് സോൺ എന്ന് പറയുന്നത്, ഇപ്പൊ നോർത്ത് സോണിലേക്ക് നിങ്ങൾക്ക് കാണാം ഇതിൽ JE സിവിൽ എഞ്ചിനീയറിംഗ് വിളിച്ചിട്ടുണ്ട്, JE ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരോ കാറ്റഗറി ആയിട്ട് പോസ്റ്റ് നെയിം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ അതിന്റെ സ്കെയിൽ ഓഫ് പേ ഇവിടെ കാണാം. അതുപോലെ പോസ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്, ABCD എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് പോസ്റ്റ് കോഡ്. അതോടൊപ്പം തന്നെ ടോട്ടൽ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. അതായത് നോർത്ത് സോണിൽ ഏകദേശം 2388 വേക്കൻസിയാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ നോർത്ത് സോണിലേക്ക് അപേക്ഷ നൽകാം, യാതൊരു തടസ്സവും ഇല്ല. അപ്പൊ അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാനൊക്കെ എന്താണ് മാറ്റിവെച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ OBC, SC, ST, EWS, ജനറൽ കാൻഡിഡേറ്റ്സ്, അങ്ങനെ അതിന്റെ ഒരു വേക്കൻസിയും നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസും കാണാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, കാരണം ഇതൊക്കെ നമ്മൾ വെറുതെ ജസ്റ്റ് വായിച്ചു പോകുന്നില്ല. അതുപോലെ സ്റ്റെനോ ഗ്രേഡ് വിളിച്ചിട്ടുണ്ട്, പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 വിളിച്ചിട്ടുണ്ട് ജനറല്, പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 അക്കൗണ്ട്സ് വിളിച്ചിട്ടുണ്ട്, പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ വിളിച്ചിട്ടുണ്ട്, പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡെപ്പോയിൽ വിളിച്ചിട്ടുണ്ട്, then അസിസ്റ്റന്റ് ഗ്രേഡ് ഹിന്ദി വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ നോർത്ത് സോണിൽ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പോസ്റ്റ് കോഡ് നിങ്ങൾ ഓർത്ത് വെക്കണം. അതോടൊപ്പം തന്നെ ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ ഓരോ പോസ്റ്റിന്റെയും ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഏജ് ലിമിറ്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന JE സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. ഇനി ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 28 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ഇനി സ്റ്റെനോ ഗ്രേഡ് ആണെങ്കിൽ 25 വയസ്സ് വരെയാണ്. ഇനി അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ആണെങ്കിൽ 27 വയസ്സാണ്. ദെൻ അസിസ്റ്റന്റ് ഗ്രേഡ് 3 അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 27 വയസ്സ് തന്നെയാണ്. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡിന്റെ 3 ഒക്കെ വരുന്നത് എന്താണ്, 27 വയസ്സാണ് വരുന്നത്. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഹിന്ദിയിൽ 28 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ഇപ്പൊ ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2022. ഇപ്പൊ 1/8/2022 എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റിൽ നമുക്ക് എന്തായിരിക്കണം, 28 വയസ്സ് കഴിയാൻ പാടില്ല. ഓക്കെ, ആ ഒരു ഏജ് കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 28 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. അതോടൊപ്പം തന്നെ SC, ST, OBC, PWD കാൻഡിഡേറ്റ്സിനൊക്കെ നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ്.
നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ സൗത്ത് സോണിലാണ് ജസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഒരു അധികവും ഇതിലേക്കായിരിക്കുമല്ലോ അപേക്ഷ നൽകുക. ഇനി നിങ്ങൾക്ക് നോർത്ത് സോണിലേക്ക് അപേക്ഷ നൽകണമെങ്കിൽ നോർത്ത് സോണിലും അപേക്ഷ നൽകാം, യാതൊരു തടസ്സവും ഇല്ല. അതിന് ഞാൻ പ്രത്യേകം പറയാണ്. ഇപ്പൊ സൗത്ത് സോണിൽ വിളിച്ചിരിക്കുന്ന JEE സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത് പോസ്റ്റ് കോഡും കാണാം, ഇതിന്റെ പേ സ്കെയിലും കാണാം. 34,000 മുതൽ 1,34,000 വരെയാണ്. പിന്നെ പേ സ്കെയിൽ ഒന്നും ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. ടോട്ടല് ഇതിൽ 5 വേക്കൻസിയാണ് സൗത്ത് സോണിൽ മാത്രം വിളിച്ചിരിക്കുന്നതിൽ 5 വേക്കൻസി മാത്രമാണ് JEE സിവിൽ എഞ്ചിനീയറിംഗിൽ ഉള്ളത്. എന്നാൽ നമുക്ക് നോർത്ത് സോണിൽ ഏകദേശം 22 വേക്കൻസി അതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ സ്റ്റെനോ ഗ്രേഡ് സെക്കൻഡ് ആണ്, അതിൽ നിങ്ങൾക്ക് 8 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഇതിന്റെ പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് കാണാം, ഇത് C ആണ് വരുന്നത് പോസ്റ്റ് കോഡ് സ്റ്റെനോയുടെ. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറലില് 155 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ദെൻ അസിസ്റ്റന്റ് ഗ്രേഡ് 3 അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് 107 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരു സോണിൽ നിങ്ങൾക്ക് എത്ര പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാം, അതോടൊപ്പം തന്നെ വിവിധ സോണിലേക്ക് നിങ്ങൾക്ക്, അതായത് ഒന്നിലധികം സോണിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം അസിസ്റ്റന്റ് ഗ്രേഡ് ടെക്നിക്കല് ഇതിൽ 257 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡെപ്പോയിലേക്ക് നിങ്ങൾക്ക് 435 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം വേക്കൻസി അതിലുണ്ട്. പിന്നെ ഹിന്ദിയാണ്, ഹിന്ദിയിൽ നിങ്ങൾക്ക് 22 വേക്കൻസി. അങ്ങനെ 989 വേക്കൻസിയാണ് നമുക്ക് സൗത്ത് സോണിലും വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സൗത്ത് സോണിൽ എന്ന് പറയുമ്പോൾ കേരളം മാത്രമല്ല, നമ്മളെ സദേൺ സ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് സൗത്ത് സോണായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നോർത്ത് സോണിലേക്ക് അപേക്ഷ നൽകണമെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെയാണോ നോക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ കമ്മ്യൂണിറ്റി നോക്കുക, OBC ആണോ SC/ST ആണോ, അപ്പൊ അതിലൊക്കെ എവിടെയാണ് കൂടുതൽ വേക്കൻസി ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, ഒന്നിലധികം അപേക്ഷ നൽകാൻ പറ്റുമെന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഇതിനടുത്ത് ഈസ്റ്റ് സോൺ ആണ്. ഈസ്റ്റ് സോൺ ഞാൻ വെറുതെ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാവുന്ന, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതുള്ളൂ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളൊക്കെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ 768 വേക്കൻസിയാണ്. പിന്നെ വെസ്റ്റ് സോൺ ആണ്. വെസ്റ്റ് സോണിൽ നമുക്ക് 713 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. പിന്നെ നോർത്ത് ഈസ്റ്റ് സോൺ ആണ്. നോർത്ത് ഈസ്റ്റ് സോണിൽ നമുക്ക് 185 വേക്കൻസിയുള്ളൂ, വളരെ വേക്കൻസി കുറവാണ് നോർത്ത് ഈസ്റ്റ് സോണിൽ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് നോർത്ത് സോണിലാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർത്ത് സോണിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. 2358 വേക്കൻസി അതിലുണ്ട്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ എല്ലാ പോസ്റ്റിനും എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, എല്ലാം നമ്മൾ പറയാം. അപ്പൊ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1/8/2022 ഇതാണ് ഇതിന്റെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് 1/8/2022 എന്ന് പറയുന്നത് ഈ ഡേറ്റിൽ നമ്മുടെ ഏജ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം, 28 വയസ്സിന്റെ ഉള്ളിലായിരിക്കണം. അതോടൊപ്പം നമുക്ക് ക്വാളിഫൈഡ് ആയിരിക്കണം, നമ്മുടെ റിസൾട്ട് ഒക്കെ വന്ന് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, അതിനുള്ള ഒരു നിയന്ത്രിതമായിട്ടുള്ള ഡേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 1/8/2022. ഈ 1/8/2022 നമുക്ക് ഏജും ക്വാളിഫിക്കേഷനും എല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് കാണാം, JEE സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇതിന്റെ പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് കാണാം A ആണ് വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി ആണ് ഒന്നാമതായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി BA BTech അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ നൽകാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും അപേക്ഷ നൽകാം, പക്ഷെങ്കിലും അവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ. എന്നാൽ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിൽ യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. എന്നാൽ ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇതിനകത്ത് JEE ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആണ് വരുന്നത്. ഇതിന് പോസ്റ്റ് കോഡ് B ആണ് വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷനും കൂടെ കാണാം, ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ നിങ്ങൾക്ക് BA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. ഓക്കെ. അതിന് യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. ഇനി നിങ്ങൾക്ക് ഇവിടെ മറ്റു ഓപ്ഷൻ ഇവിടെ കാണാം. ഇനി അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷ നൽകാം. ഓക്കെ. അങ്ങനെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇവിടെ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്ത് വേണം, 1 വർഷത്തെ എക്സ്പീരിയൻസ് അതിൽ വേണം. ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, ശ്രദ്ധിക്കുക. ഇതിനടുത്ത് സ്റ്റെനോ ഗ്രേഡ് സെക്കൻഡ് ആണ്. ഇതിൽ നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് വരുന്നത് C ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ്. അതോടൊപ്പം തന്നെ 40 വേർഡ് പെർ മിനിറ്റില് ടൈപ്പിംഗ്, ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ദെൻ 80 വേർഡ് പെർ മിനിറ്റിൽ നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ സ്റ്റെനോഗ്രഫി ഒക്കെ പഠിച്ചവർക്കായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് കൂടുതൽ അപേക്ഷിക്കുന്നതിലെ കാര്യം. കാരണം ഈ ഷോർട്ട് ഹാൻഡ് സ്പീഡൊക്കെ നമ്മൾ നിശ്ചിതമായിട്ടുള്ള ടൈമിൽ
ടൈപ്പിംഗ് സ്പീഡ് പിന്നെയും നമുക്ക് എന്താണ് പറ്റുമെന്നൊക്കെ വിചാരിക്കാം. ഇനി ടൈപ്പിംഗ് സ്പീഡൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഷോർട്ട് ഹാൻഡ് എന്നൊക്കെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള കോഴ്സ് തന്നെ ചെയ്യണം. പുറത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഇതിന്റെ രേഖകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട. ഇതിന് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ സ്കിൽ ടെസ്റ്റിന്റെ സമയത്ത് നമ്മൾ ഈ നിശ്ചിതമായുള്ള സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം, നേടണം എന്നുള്ളതാണ്. അപ്പോൾ അത് നേടിയില്ലേ നമ്മൾ ഔട്ട് ആവും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല, പ്രത്യേകം പറയണേ. ഇതിനടുത്തത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ എന്താണ് ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷ നൽകാം. യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ട. പിന്നെ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാനുള്ള പ്രൊഫഷൻസി ആണ്. ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയ കാര്യങ്ങളും അതൊക്കെ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയുള്ള അടിസ്ഥാനമുള്ള ചില എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അതായത് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണം, അതിന്റെ എന്താണ് MS ഓഫീസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. അതിന് യാതൊരുവിധ സർട്ടിഫിക്കറ്റ് കോഴ്സോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. വേറെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. ഓക്കെ, ഇതിനടുത്തത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 അക്കൗണ്ട്സ് ആണ്. ഇതിന്റെ പോസ്റ്റ് കോഡ് E ആണ് വരുന്നത്. ഇവിടെ പറയുന്നത് കൊമേഴ്സിലുള്ള ഡിഗ്രിയാണ്. അപ്പൊ കൊമേഴ്സിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. അതോടൊപ്പം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണം, നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം, അതായത് നമുക്ക് അതിൽ നല്ലൊരു പരിചയം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊമേഴ്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കമ്പ്യൂട്ടറായിട്ടൊക്കെ നല്ല എന്താണ് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ നല്ല ഒരു പരിജ്ഞാനം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അപേക്ഷ നൽകാം. കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇതിനടുത്തത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ ആണ്. ഇത് പോസ്റ്റ് കോഡ് F ആണ് വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ BSc ഇൻ അഗ്രികൾച്ചർ ആണ് ഒന്നെങ്കിൽ, അതായത് അഗ്രികൾച്ചറിൽ നിങ്ങൾ എന്താണ് BSc കഴിയുക. ഇനി അതല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് BSc വിത്ത് എനി ഓഫ് ദ ഫോളോയിങ് സബ്ജക്റ്റ് ആണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാം, അതായത് BSc ബോട്ടണിയോ അല്ലെങ്കിൽ BSc നിങ്ങൾ സുവോളജിയോ അല്ലെങ്കിൽ BSc ബയോടെക്നോളജിയോ അല്ലെങ്കിൽ BSc ബയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ BSc മൈക്രോ ബയോളജിയോ അല്ലെങ്കിൽ BSc ഫുഡ് സയൻസോ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു എന്താണ് സബ്ജക്ട് നിങ്ങൾ BSc കഴിഞ്ഞവരാണെങ്കിൽ, സ്പെഷ്യലൈസേഷനോട് കൂടി BSc കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഇനി അതല്ല ഇവിടെ പറയുന്നുണ്ട്, ഇനി അതും അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് BTech BE കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം. അത് ഏത് സബ്ജക്റ്റിലാണ് ഇവിടെ പറയുന്നുണ്ട്, ഫുഡ് സയൻസിലോ അല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ബയോടെക്നോളജിയിലോ നിങ്ങൾ BEയോ BTechോ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ നൽകാം. പിന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള നമ്മൾ ആ ഒരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് വലിയൊരു പ്രശ്നമില്ല. അതിന് സ്കിൽ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അത് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് ഇതിന്റെ ആ ഒരു എക്സാമിന്റെ സമയത്ത്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ അതിൽ നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. യാതൊരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ദെൻ അടുത്തത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡെപ്പോ ആണ്. ഇതിൽ ഗ്രൂപ്പ് കോഡ് വരുന്നത്, പോസ്റ്റ് കോഡ് വരുന്നത് G ആണ്. ഇതിൽ നീ പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷ നൽകാം. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള ആ ഒരു എന്താണ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം മുകളിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ട് തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി അടുത്തത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഹിന്ദിയാണ്. അപ്പൊ H ആണ് അതിന്റെ കോഡ് വരുന്നത്. ഇവിടെ പറയുന്നത് ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഹിന്ദി ആസ് മെയിൻ സബ്ജക്ട് പഠിച്ചിട്ടുള്ള, അതായത് ഹിന്ദി ഒരു മെയിൻ സബ്ജക്ട് പഠിച്ചിട്ടുള്ള ബിരുദം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റാർ മാർക്ക് കിട്ടുന്നത് കാണാം നിങ്ങൾക്ക്. ആ സ്റ്റാർ മാർക്കിന്റെ മീനിങ് കൂടെ പറയുന്നുണ്ട്. അതായത് ഹിന്ദി ഷുഡ് ബി മെയിൻ സബ്ജക്ട് ഇൻ എവറി ഇയർ ഓഫ് ഗ്രാജുവേഷൻ. അതായത് നമ്മുടെ ഗ്രാജുവേഷൻ പീരീഡിൽ 3 വർഷമാണെങ്കിൽ ആ 3 വർഷവും നമ്മൾ എന്താണ് ഹിന്ദി ഒരു മെയിൻ സബ്ജക്ട് ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിലേക്ക് അപേക്ഷ നൽകുന്നതിനുള്ള യോഗ്യത. അതോടൊപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊഫഷന്റ് ആയിരിക്കണം. കാരണം നമ്മൾ ട്രാൻസ്ലേഷൻ പർപ്പസ് ആണ് ഇവിടെ ഈ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം, ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിനും നമ്മൾ നല്ല എന്താണ് പ്രൊഫഷണൽ ആയിരിക്കണം, നമ്മൾ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം ട്രാൻസ്ലേഷൻ്റെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ടു ഹിന്ദിയിലേക്കോ അല്ലെങ്കിൽ ഹിന്ദി ടു ഇംഗ്ലീഷിലേക്കോ നമ്മൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ ഈ ഡിഗ്രിയും ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡിപ്ലോമ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെങ്കിലും മിനിമം 1 ഇയർ ഡ്യൂറേഷൻ ആയിരിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഹിന്ദിന്റെ ഈ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണല്ലോ. അപ്പൊ ആ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ടൈപ്പിംഗ് ഒക്കെ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ ആ ടൈപ്പിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് നമ്മൾ എന്താണ് നേടേണ്ടതുണ്ട്. 30 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്പീഡ് നമ്മൾ എന്താണ് നേടിയെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്.
പറയുന്നത് നമ്മൾ പ്രൊബേഷൻ പീരീഡിൽ ആ ഒരു ടൈപ്പിംഗ് സ്പീഡ് എത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും അതിന്ന് ഔട്ട് ആവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ എന്തിനും ഈ നിശ്ചിതമായുള്ള ഹിന്ദിയിലെ 30 വേർഡ് പെർ മിനിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സ്പീഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക അപ്പൊ ഇതിലേക്ക് ഇതൊന്നും അപേക്ഷിക്കുന്നതിന് യാതൊരു തടസ്സമില്ല, നിങ്ങൾക്ക് അപേക്ഷിച്ചിടാം. ഈ പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ നൽകാം. പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ ആ ഒരു ടൈപ്പിംഗ് സ്പീഡിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് നോട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ഞാൻ പറയാണ്, അപ്പൊ നമ്മൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നു പറയുന്നതിന്റെ കാരണം ഇതാണ്. ഇപ്പൊ നമ്മൾ അപേക്ഷ നൽകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂ ആണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് എ കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഇൻ എനി വൺ സോൺ ഓൺലി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സോണിൽ മാത്രമേ ഒരു ഉദ്യോഗാർത്ഥിക്ക് അപേക്ഷ നൽകാൻ പറ്റൂ. അതായത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോർത്ത് സോണിൽ അപേക്ഷ നൽകാം, ഇനി അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സൗത്ത് സോണിൽ അപേക്ഷ നൽകാം. പക്ഷെ ഏതെങ്കിലും ഒന്നിലെ അപേക്ഷ നൽകാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടിലും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപേക്ഷ നൽകാൻ പറ്റില്ല. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോർത്ത് സോൺ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സൗത്ത് സോൺ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈസ്റ്റ് സോൺ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വെസ്റ്റ് സോൺ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സോൺ സെലക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഒന്നിലധികം സോണിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ അപേക്ഷ നൽകരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിനടുത്ത് രണ്ടാമത്തത് ഇവിടെ പറയുന്നത് ഇനി ഒരു സോണിൽ തന്നെ, അതായത് നമ്മൾ അപേക്ഷ നൽകുന്നപ്പോൾ സൗത്ത് സോണിലാണെന്ന് വിചാരിക്കുക. ഈ സൗത്ത് സോണിൽ തന്നെ നമുക്കറിയാം ABCD എന്ന് പറഞ്ഞിട്ട് പല പോസ്റ്റ് കോഡുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ABCD എന്ന് പറയുന്ന എല്ലാ പോസ്റ്റ് കോഡിനും നമുക്ക് അപേക്ഷ നൽകാൻ സാധിക്കില്ല. ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് കോഡിനാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അതായത് ഓൺലി ഫോർ എനി വൺ ഓഫ് ദ പോസ്റ്റ് കോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് കോഡിലെ നമ്മൾ അപേക്ഷ നൽകാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു സോണിലേ നമുക്ക് അപേക്ഷ നൽകാൻ പറ്റുള്ളൂ. ആ സോണിൽ തന്നെ വിവിധ പോസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ വിവിധ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കില്ല. അതായത് ഏതെങ്കിലും ഒരു പോസ്റ്റ് കോഡ് നമ്മൾ അതിൽ സെലക്ട് ചെയ്തിരിക്കണം. ഇനി ഇതിന്റെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ ഓൺലൈൻ മാത്രമാണ് സ്വീകരിക്കുക എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓൺലൈൻ അപേക്ഷ മാത്രമാണ് സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ SC/ST OBC ഒക്കെ ആണെങ്കിൽ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC/ST ആണെങ്കിൽ 5 വർഷവും OBC ആണെങ്കിൽ 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ഉണ്ടായിരിക്കും പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും നിശ്ചിതമായിട്ടുള്ള രീതിയിൽ. ഇനിയിപ്പോ നമ്മൾ OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം. അത് ഇഷ്യൂ ചെയ്തിരിക്കേണ്ട ഡേറ്റ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്താണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഇഷ്യൂ ചെയ്തിരിക്കേണ്ടത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഓൺ ഓർ ആഫ്റ്റർ 1/4/2022. അപ്പോ 1/4/2022 അതിന് ശേഷമോ നമ്മൾ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു ഡേറ്റിന്റെ മുൻപുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്താണ് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തൊക്കെ നമ്മളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കൂടെ പറയുന്നുണ്ട് ഫൈനാൻഷ്യൽ ഇയറിൽ 2022-23 ആ ഒരു കാലഘട്ടത്തിലെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം പറയുന്നുണ്ട്. അതിന്റെ നിശ്ചിത ഡേറ്റ് കൂടെ പറയുന്നുണ്ട്. അത് 1/4/2022 31/3/2023 ഇടയിൽ എന്താണ് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വനിതകൾക്കൊക്കെ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ എന്താണ് നിശ്ചിതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ആണ്. അപ്പൊ സെലക്ഷൻ പ്രോസസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഡ്യൂറേഷൻ കൂടുതലാണ്, കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഒറ്റ വീഡിയോയിൽ. അപ്പൊ നമ്മൾ ഒന്നിലധികം വീഡിയോ ഇടാതെ ഒരു വീഡിയോ തന്നെയാണ് എല്ലാം ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം സഹകരിക്കുക. അപ്പൊ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം നമ്മൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ എങ്ങനെയൊക്കെയാണ് അതിന് പ്രിപ്പറേഷൻ എടുക്കാനും അതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സഹായകമാകും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബുക്കുകളൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതിന്റെ ലിങ്ക് എല്ലാം ഞാൻ തരുന്നതാണ് നമ്മുടെ സൈറ്റില്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം പാറ്റേൺ ഓഫ് ഓൺലൈൻ ടെസ്റ്റ് ഇവിടെ കാണാം. അതിൽ നിങ്ങൾക്ക് phase 1 phase 2 എക്സാം ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഓൺലൈൻ എക്സാം ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. അത് phase 1 phase 2 പറഞ്ഞ 2 ഘട്ടമായിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പൊ phase 1 എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് നടക്കുന്ന എക്സാം ആണ്. അത് സബ്ജക്ട് അതിനെന്താണ് ബാധകമല്ല. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഏത് തസ്തികയാണെങ്കിലും അതിലേക്ക് phase 1 എന്ന് പറയുന്നത് എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു എക്സാം ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ phase 1 എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നെയിം ഓഫ് ദ ടെസ്റ്റ് ലിങ്ക് കാണാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് വരും, റീസണിംഗ് അബിലിറ്റി വരും, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വരും, പിന്നെ ജനറൽ സ്റ്റഡീസിൽ തന്നെ നിങ്ങൾക്ക് കാണാം ജിയോഗ്രഫി, ഇക്കണോമിക്സ്, ജനറൽ സയൻസ്, ദെൻ ഏത് 8th ലെവൽ ക്ലാസ് വരെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് 20 ക്വസ്റ്റ്യൻ, പിന്നെ കറണ്ട് അഫയറിൽ 5 ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്നത്. അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും മാർക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ് ഉണ്ടായിരിക്കുക. അതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ 60 മിനിറ്റ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ phase 1 എന്ന് പറയുന്ന ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.
അതിനുശേഷം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഫേസ് 1ന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഫേസ് 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. അതായത് നമ്മുടെ PSC എക്സാം ഒക്കെ പോലെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. അപ്പോൾ ഒരു ശരീരത്തിന് ഒരു മാർക്ക് എന്നുള്ള രീതിയിലാണ്. ഇത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നു പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ 1/4 മാർക്ക് എന്താണ് നമുക്ക് നെഗറ്റീവ് മാർക്ക് പിടിക്കുന്നു പ്രത്യേകം പറയുന്നുണ്ട്. അതായത് 0.25 മാർക്ക് ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ 0.25 മാർക്ക് നമുക്ക് മൈനസ് ആവും. അതോടൊപ്പം തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഫേസ് 1ൽ നമുക്ക് ലഭിക്കുന്ന മാർക്ക് ഒരിക്കലും എന്താണ് മെറിറ്റ് ലിസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പരിഗണിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് ഫേസ് 2ലെ മാർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഫേസ് 1ൽ ജസ്റ്റ് നമ്മൾ ഇതിന്റെ സ്ക്രീനിങ് ആണ് ഇവരെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിശ്ചിതമായിട്ടുള്ള രീതിയിൽ എന്താണ് കട്ട് ഓഫ് പ്രഖ്യാപിച്ചിട്ട് ആ രീതിയിൽ നമ്മൾ അതിൽ ഫേസ് 2ലേക്ക് നമുക്ക് എന്താണ് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫേസ് 1ൽ ഈ ഒരു മാർക്ക് നമുക്ക് ഒരിക്കലും എന്താണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന് തയ്യാറാക്കുന്നതിന് പരിഗണിക്കില്ല എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ഫേസ് 2 ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് കാണാം ഓരോ പോസ്റ്റ് വൈസ് ആയിട്ടാണ് വരുന്നത്. പോസ്റ്റ് വൈസ് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പേപ്പറാണ് ഓരോ പോസ്റ്റിൽ എന്നുള്ളത്. ഇപ്പം JEE സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് കോഡ് ഞാൻ പറയുന്നില്ല ഇവിടെ ഉണ്ട് പോസ്റ്റ് കോഡ്. അതോടൊപ്പം ഇതിൽ വരുന്ന പേപ്പർ 1ഉം 2ഉം ആണ്. അപ്പൊ പേപ്പർ 1 എന്താണ് പേപ്പർ 2 എന്താണെന്നൊക്കെ ഇതിന്റെ താഴെ കൊടുത്തിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ ഈ പേപ്പർ 1 ആണെങ്കിലും 2 ആണെങ്കിലും നമ്മൾ സിംഗിൾ സിറ്റിംഗിൽ തന്നെയാണ് നമ്മൾ അത് ഫില്ല് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഓൺലൈൻ എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ സിറ്റിംഗിൽ അതായത് ഒറ്റ തവണയുള്ള നമ്മുടെ എക്സാമിലൂടെ തന്നെയാണ്. അതോടെ ഇനി അടുത്ത് നിങ്ങൾ JEE ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടായിരിക്കും. then അടുത്ത് സ്റ്റെനോ ഗ്രേഡിൽ സെക്കൻഡിൽ നിങ്ങൾക്ക് കാണാം പേപ്പർ 3 മാത്രമേ ഉള്ളൂ സ്റ്റെനോയിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ പേപ്പർ ഇവിടുന്ന് മാറുന്ന നോക്കാം. നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പേപ്പർ 3 മാത്രം നോക്കിയാൽ മതി. അപ്പൊ പേപ്പർ 3 എന്ന് പറയുന്നത് പോസ്റ്റ് കോഡ് C ആണ്. സ്റ്റെനോന്റെ പോസ്റ്റ് കോഡ് ഈ ഒരു പോസ്റ്റിൽ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ 3 ആണ് നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം അതായത് പേപ്പർ 3 നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ടൈപ്പിംഗ് സ്പീഡും അതുപോലെ ഷോർട്ട് ഹാൻഡ് സ്പീഡും ചെക്ക് ചെയ്യാനുള്ള സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫൈ നേച്ചറാണ്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് അതിൽ പാസ് ആയിരിക്കണം. അതിന് മാർക്കോ കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ നിശ്ചിതമായിട്ട് ആ സ്പീഡ് നമ്മൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്റ്റെനോന്റെ കാര്യമാണെങ്കിൽ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഇതിന്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പേപ്പർ 3ക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിന്റെയും അതുപോലെ സ്കിൽ ടെസ്റ്റിൽ നമ്മൾ ക്വാളിഫൈഡ് ആകണം. അപ്പൊ അതും ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പേപ്പർ 3ൽ കിട്ടിയിരിക്കുന്ന ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്താണ് തയ്യാറാക്കുന്നത്. സ്റ്റെനോന്റെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇതിനടുത്ത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ആണ്. അപ്പൊ ഇതിൽ പേപ്പർ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന പേപ്പർ 1 മാത്രം നോക്കിയാൽ മതി. ദെൻ അസിസ്റ്റന്റ് ഗ്രേഡ് അക്കൗണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1ഉം 2 ഉണ്ടായിരിക്കും. ദെൻ അസിസ്റ്റന്റ് ഗ്രേഡ് ടെക്നിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1ഉം 2 ഉണ്ടായിരിക്കും. ദെൻ അസിസ്റ്റന്റ് ഗ്രേഡ് ഡെപ്പോ ആണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1 മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അസിസ്റ്റന്റ് ഗ്രേഡ് ഹിന്ദി ആണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1ഉം 2 ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇനി ഇവിടെ ഏതൊക്കെയാണ് പേപ്പർ 1ൽ എത്ര ക്വസ്റ്റ്യൻ, പേപ്പർ 2ൽ എത്ര ക്വസ്റ്റ്യൻ, 3ൽ എത്ര ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യങ്ങളും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ പേപ്പർ 1 എന്ന് പറയുന്നത് ഈ ഫേസ് 1ലെ പേപ്പർ 1 എന്ന് പറയുന്നത് ABDEFGH ഈ പറഞ്ഞ പോസ്റ്റ് കോഡിനൊക്കെ എന്താണ് കോമൺ ആയിട്ട് തന്നെയാണ് വരിക. കോമൺ സിലബസ് കാര്യങ്ങളായിരിക്കും പേപ്പർ 1. അപ്പൊ ഇവിടെ പേപ്പർ 1ൽ എന്താന്ന് വെച്ചാൽ 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് എന്നുള്ള ലെവലായിരിക്കും. 90 മിനിറ്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഫേസ് 2ലെ പേപ്പർ 2 ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് 60 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 മാർക്ക് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അങ്ങനെ 120 മാർക്കാണ്. ദെൻ പേപ്പർ 3 എന്ന് പറയുന്നത് 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 1 മാർക്ക് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ ഉണ്ടായിരിക്കുക. അതിന് 90 മിനിറ്റ്. പേപ്പർ 2 60 മിനിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക സമയം. ഇനി പേപ്പർ 1ൽ നിങ്ങൾക്ക് കാണാം 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. അപ്പൊ പേപ്പർ 1ന്റെ ആ ഒരു സബ്ജക്ട് ഏരിയാസ് ഏതൊക്കെയാണ് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്, റീസണിംഗ് അബിലിറ്റി, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ പറഞ്ഞിരിക്കുന്ന ഹിസ്റ്ററി, ജനറൽ സ്റ്റഡീസ് ആണ് വരുന്നത്. ഹിസ്റ്ററി അതുപോലെ ജിയോഗ്രഫി, എക്കണോമിക്സ് അങ്ങനെ 25 ക്വസ്റ്റ്യൻ അതില്. പിന്നെ ജനറൽ സയൻസ് അപ് ടു 10th ലെവൽ വരെയുള്ള ജനറൽ സയൻസ് ചോദിക്കുന്നുണ്ട്, 10 ക്വസ്റ്റ്യൻ അതിൽ നിന്നുണ്ടാവും. പിന്നെ കറണ്ട് അഫയർ 5 ക്വസ്റ്റ്യൻ, പിന്നെ കമ്പ്യൂട്ടർ അവയർനെസ് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ഇതിൽ വരുന്നത് പേപ്പർ 1ൽ വരുന്നത്. ഇതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് 120 ക്വസ്റ്റ്യനും 120 മാർക്കുമാണ് അതിൽ വരുന്നത്. പിന്നെ പേപ്പർ 2ന്റെ എന്താണ് ഡ്യൂറേഷനും കാര്യങ്ങളാണ്. പേപ്പർ 2ന് 60 മിനിറ്റ് ആണ് ഉണ്ടായിരിക്കുക. ഇപ്പൊ ഇത് നമ്മൾ പറയുന്നത് ഫേസ് 2ലാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 60 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻസ് ആ ഭാഗങ്ങളിൽ നിന്നായിരിക്കും. അതിന്റെ സിലബസ് ഇതിൽ തന്നെ ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പൊ പോസ്റ്റ് കോഡ് ജൂനിയർ എഞ്ചിനീയർ, അതായത് പോസ്റ്റ് കോഡ് A എന്ന് പറയുന്ന പോസ്റ്റ് കോഡിന് അപേക്ഷിക്കുന്നവർ, ജൂനിയർ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കുന്നവർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ പോസ്റ്റിനും, അതോടൊപ്പം തന്നെ പോസ്റ്റ് കോഡ് B എന്ന് പറയുന്ന ഈ കാറ്റഗറിയും അപേക്ഷിക്കുന്നവർക്കാണ് ഈ രീതിയിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്ന രീതിയിൽ ഈ മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്ന് പ്രത്യേകം പറയുന്നുണ്ട്.
അപ്പൊ അവരുടെ റെലവെന്റ് ആയുള്ള സബ്ജക്ട് ഏരിയയിൽ നിന്നുള്ള ആ ഒരു നോളജ്, എന്താണ് ടെക്നിക്കൽ നോളജ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് അവർക്ക്. ഇനി അടുത്തത് 60 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് നമ്മൾ പറയുന്നത് ഇപ്പോൾ പേപ്പർ സെക്കൻഡിന്റെ ആണ്, ഇതൊരു സബ്ജക്ട് വൈസ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് കോഡ്, അതായത് പോസ്റ്റ് കോഡ് ഇ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് അക്കൗണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക്, അപ്പൊ ഇതിൽ കൊമേഴ്സും അതുപോലെ തന്നെ കൊമേഴ്സ് സംബന്ധമായിട്ടുള്ള ജനറൽ അക്കൗണ്ടിങ്ങും ഫൈനാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ ചോദിക്കുക. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിനാണ് അസിസ്റ്റന്റ് ഗ്രേഡ് അക്കൗണ്ട്സ് എന്നുള്ളതിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അവർ ഈ ഒരു പേപ്പറാണ് നോക്കേണ്ടത്. ഇതിന് അടുത്തത് 6 അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഇതാണ് അവർ നോക്കേണ്ടത്. അതായത് അഗ്രികൾച്ചർ ബോട്ടണി സുവോളജി അതുപോലെ അഗ്രികൾച്ചർ കെമിസ്ട്രി, അത് ഗ്രൂപ്പ് എ ബി ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ 2 ഗ്രൂപ്പായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ പോസ്റ്റ് കോഡ് എഫിലേക്ക് അപേക്ഷിക്കുന്നവർ, അതായത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഈ രീതിയിൽ 60 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഫേസ് സെക്കൻഡ് ആണ്, പേപ്പർ സെക്കൻഡ് ആണ്, പ്രത്യേകം ഓർക്കുക. പിന്നെ നമ്മൾ അസിസ്റ്റന്റ് ഗ്രേഡ് ഹിന്ദി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ അവർക്ക് 60 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ ജനറൽ നോളജ് റിലേറ്റഡ് ടു ഹിന്ദി ലിറ്ററേച്ചർ, പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ നിന്നായിരിക്കും അവർക്ക് ക്വസ്റ്റ്യൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് സിലബസ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജൂനിയർ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അസിസ്റ്റന്റ് ഗ്രേഡ് അക്കൗണ്ട്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അസിസ്റ്റന്റ് ഗ്രേഡ് ടെക്നിക്കൽ പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എഫ്. അപ്പോൾ അതിന് വരുന്നത് ഏതൊക്കെ സബ്ജക്ട് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നത് അബോവ് സിലബസ് അഗ്രികൾച്ചർ ബോട്ടണി സുവോളജി കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു ഫോളോയിങ് 2 കാറ്റഗറീസ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ബോട്ടണി സുവോളജി ആണ്, ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത്, അതായത് ഓൺലൈൻ അപേക്ഷ ഫിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് പോസ്റ്റ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്ന് പറയുന്ന ടെക്നിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് എനി വൺ ഓഫ് ദ എബോവ് ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഗ്രൂപ്പ് 1 ഇത് ഗ്രൂപ്പ് 2 എന്ന് പറയാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഓൺലൈൻ എക്സാമിനേഷന്റെ പേപ്പർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഏത് പേപ്പർ എഴുതണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് ടെക്നിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക ഒന്നാം ഗ്രൂപ്പ് എ ആണോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ബി ആണോ. അപ്പൊ ഗ്രൂപ്പ് എയിൽ വരുന്ന സബ്ജക്ട് അഗ്രികൾച്ചർ ബോട്ടണി സുവോളജി, ഗ്രൂപ്പ് ബിയിൽ വരുന്ന അഗ്രികൾച്ചർ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണ്. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളത് എന്ത് ചെയ്യുക, നിങ്ങളത് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. ഇനി പേപ്പർ 3 വരുന്നതാണ്. പേപ്പർ 3 എന്ന് പറയുന്നത് 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ്, ദെൻ കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ആയിരിക്കും പേപ്പർ 3 വരുന്നത്. അപ്പൊ പേപ്പർ 3 ഏതൊക്കെ പോസ്റ്റിനാന്നൊക്കെ നമ്മൾ മുകളിൽ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ഒന്ന് കോറിലേറ്റ് ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത് MSCയുടെ എക്സൽ, പവർ പോയിന്റ്, ഇന്റർനെറ്റ്, ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ധാരണ ഉണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോസ്റ്റ് കോഡ് സി ആണ്. അപ്പൊ സ്റ്റെനോക്കുള്ള ഒരു എക്സാം ആണ് പേപ്പർ 3 എന്ന് പറയുന്നത്. സ്റ്റെനോക്ക് വരുന്ന പേപ്പറാണ് പേപ്പർ 3. അപ്പൊ സ്റ്റെനോക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ പേപ്പർ നോക്കിയാൽ മതി. അപ്പൊ അതിൽ വരുന്നത് പേപ്പർ 3 സ്റ്റെനോക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. അവർ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ അവയർനെസ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ എന്താണ് MSCയുടെ എക്സൽ, പവർ പോയിന്റ് ഒക്കെ വരുന്നുണ്ട്. 120 ക്വസ്റ്റ്യൻ, 120 മാർക്ക്, 90 മിനിറ്റ്സ് ആണ് അവർക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു പേപ്പർ 3 എന്ന് പറയുന്നത് സ്റ്റെനോക്ക് മാത്രം എന്താണ് ബാധകമായിട്ടിരിക്കുന്ന പേപ്പറാണ്. അപ്പൊ സ്റ്റെനോക്ക് അപ്ലൈ ചെയ്യുന്നവര് ഈ പേപ്പർ നോക്കാം. അപ്പൊ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പൊ ഫേസ് 1 എന്ന് പറയുന്ന എക്സാം, അപ്പൊ ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനെ ഒരിക്കലും പരിഗണിക്കില്ല എന്നിവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, അതായത് 15 ടൈംസ്, അതായത് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസിയുടെ 15 മടങ്ങ് എന്താണ് വേക്കൻസി ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഫേസ് 2ലേക്ക് ഫേസ് 1 എക്സാമിനേഷനെ അടിസ്ഥാനമാക്കി അവർ സ്ക്രീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ദ മെറിറ്റ് ലിസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് ഫോർ പോസ്റ്റ് കോഡ് ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് ഡി അതുപോലെ ജി. ഈ ഡി എന്ന് പറയുന്ന പോസ്റ്റിലും ജി എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ആണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഫേസ് സെക്കൻഡില് പേപ്പർ 1 നമുക്ക് ലഭിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിന്റെ ഇവിടെ കൊടുത്തിട്ട് എനിക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി പറഞ്ഞിരിക്കുന്ന ABEFH എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഫേസ് സെക്കൻഡിൽ പേപ്പർ സെക്കൻഡിൽ, അതായത് ഓരോരോ സ്പെസിഫിക് സബ്ജക്റ്റ് ആണ് ഇതിൽ വരിക. ആ പേപ്പർ സെക്കൻഡിലെയും അതുപോലെ പേപ്പർ ഫസ്റ്റിലെയും മാർക്കിന്റെ അടിസ്ഥാനമാക്കി, അപ്പൊ രണ്ടും ഉണ്ട്. അപ്പൊ പേപ്പർ അതായത് ഫേസ് സെക്കൻഡിൽ നിങ്ങൾക്ക് പേപ്പർ 1 പേപ്പർ 2 ലഭിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയുള്ള രീതിയിലായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ABEFH എന്ന് പറയുന്ന പോസ്റ്റ് കോഡിലേക്ക് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ്. ഇനി ഇതൊരു സ്കിൽ ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റെനോ ആണെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, നിശ്ചിതമായുള്ള ടൈപ്പിംഗ് സ്പീഡ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ആ നിശ്ചിതമായുള്ള ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം.
പിന്നെ ഇതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റും അതുപോലെ സ്കിൽ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നത് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. മൂന്നാമത്തെ ഘട്ടമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഡൗൺലോഡ് കോൾ ലെറ്റർ ആണ്. നമ്മൾ FCയുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് നമുക്ക് ഈ കോൾ ലെറ്റർ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ വഴിയും SMS വഴി നമ്മൾ അറിയിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൽ ഐഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ നമ്പർ ഒക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള തന്നെ കൊടുക്കുക. അതായത് കോൾ ലെറ്റർ നമുക്ക് എക്സാമിന്റെ 10 ദിവസം മുൻപാണ് വരുന്നത് എന്നാണ് പറയുന്നത്. വെബ്സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ജനറൽ ഇൻഫർമേഷൻ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഉദ്യോഗാർത്ഥികളെല്ലാം അപേക്ഷ നൽകുന്നതിന് മുൻപ് വെറുതെ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മൾ എക്സാമിനേഷൻ സെന്റർ ആണ്. അപ്പോൾ phase 1 സ്റ്റേറ്റ് വൈസ് ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ phase 1 ഇപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെയാണ് എക്സാം സെന്റർ നോക്കാം. കൊച്ചി ഉണ്ട്, കണ്ണൂർ ഉണ്ട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്. ഓക്കെ, ഇത്രയും എക്സാം സെന്റർ ആണ് phase 1 ഇത്. ദെൻ phase 2 നമുക്ക് കേരളത്തിൽ എവിടെ എക്സാം സെന്റർ ഉള്ളത് നോക്കാം. phase 2 കേരളത്തിൽ നമുക്ക് കൊച്ചിയിൽ മാത്രമാണ് എക്സാം സെന്റർ ഉള്ളത്. നിങ്ങൾക്ക് മറ്റെവിടെ വേണമെങ്കിലും എക്സാം സെന്റർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 1/8/2022 നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഈ ഡേറ്റിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ഏജ് ആണെങ്കിലും എന്താണോ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 1/8/2022 നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ അപേക്ഷാ ഫീസാണ്. എന്നാൽ SC/ST അതുപോലെ PWD അതുപോലെ നമ്മള് ഈ പറഞ്ഞിരിക്കുന്ന എക്സ് സർവീസ്മാൻ അതുപോലെ വനിതകൾക്കൊന്നും യാതൊരുവിധ അപേക്ഷാ ഫീസും കൊടുക്കണ്ട. അപ്പൊ വനിതകൾക്കും അപേക്ഷാ ഫീസ് ഇല്ല, SC/ST അതുപോലെ PWD കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ അപേക്ഷാ ഫീസും ഇല്ല. എന്നാൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അപ്പൊ 500 രൂപ നമ്മൾ എങ്ങനെ അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതെന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിംഗ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഓൺലൈൻ ആയിട്ട് ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. ഇനി നമ്മൾ ഓൺലൈൻ അപേക്ഷ ഫില്ല് ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ 3 ഘട്ടമായിട്ടാണ് ഓൺലൈൻ അപേക്ഷ ഫില്ല് ചെയ്യേണ്ടത്. ഒന്ന് നമ്മൾ അപേക്ഷ രജിസ്ട്രേഷൻ ആണ്, പിന്നെ നമുക്ക് പേയ്മെന്റ് ആണ്, പിന്നെ നമുക്ക് ഡോക്യുമെന്റ് സ്കാൻ ആൻഡ് അപ്ലോഡ് ആണ്. അപ്പം 3 ഘട്ടമായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ അപേക്ഷ സമർപ്പിച്ച് തുടങ്ങേണ്ടത് 6/9/2022 മുതൽ 5/10/2022 വരെയാണ്. അപ്പോൾ 6/9/2022 മുതൽ നിങ്ങൾക്ക് 5/10 വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷ നൽകാം. പിന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം. ഈ 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പൊ സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്ററിൽ പറ്റില്ല എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിവിടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണമെന്ന് പറഞ്ഞു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ പേര് എഴുതിയിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ രീതിയിൽ തന്നെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതിന്റെ എത്രയാണ് സൈസ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ രജിസ്ട്രേഷന്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് മെയിൻ ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡൗട്ടുകൾ വരികയാണെങ്കിൽ ഇതിൽ നോക്കി റെഫർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇതിന്റെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ, അതായത് ഫോട്ടോ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അതിന്റെ ഒരു സൈസ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 200 മുതൽ 230 പിക്സൽ ആയിരിക്കണം അതിന്റെ ഡയമെൻഷൻ. അതുപോലെ തന്നെ 20 KB 50 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. JPG ഫോർമാറ്റ് ഒക്കെ ആയിരിക്കണം. ഇനി സിഗ്നേച്ചർ ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ബ്ലാക്ക് ഇങ്ക് തന്നെ ആയിരിക്കണം, ബ്ലൂ ഇങ്ക് പറ്റില്ല. അപ്പൊ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് സൈൻ ചെയ്യാം. 140x60 ഡയമെൻഷൻ ആയിരിക്കണം. അതുപോലെ 10 KB to 20 KB ആയിരിക്കണം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നാലേ നമ്മുടെ അപേക്ഷ അവർ സ്വീകരിക്കുള്ളൂ. എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് റിജക്ട് ആവും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഈ പറഞ്ഞിരിക്കുന്ന 240x250 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ. 20 KB 50 KB ഇടയിലായിരിക്കണം. പിന്നെ നമ്മുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 50 KB 100 KB ഇടയിലായിരിക്കണം. അതിന്റെ ആ ഒരു ഫയൽ സൈസ് JPG ഫോർമാറ്റ് ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിൽ വരുന്ന ഇതിന്റെ കുറച്ച് ഡേറ്റും കാര്യങ്ങളാണ്. അപ്പൊ ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത് 6/9 ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി എന്ന് പറയുന്നത് 5/10 ആണ്. പിന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് എക്സാമിനേഷന്റെ 10 ദിവസം മുൻപ് അനൗൺസ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഡേറ്റ് ഓഫ് ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിൽ പിന്നീട്, അതായത് FCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് പറയുന്നത്. എന്നാലും ഏകദേശ ഡേറ്റോടെ പറയുന്നുണ്ട് 2023 ജനുവരി മാസമായിരിക്കും പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രിപ്പറേഷനൊക്കെ അത്യാവശ്യം സമയമുണ്ട്. പിന്നെ നിങ്ങൾക്ക് SC/ST അതുപോലെ OBCയുടെ ഒക്കെ സർട്ടിഫിക്കറ്റിന്റെ മാതൃകകളാണ്. അപ്പൊ ഈ രീതിയിലായിരിക്കണം നമ്മൾ സർട്ടിഫിക്കറ്റ് റെഡി ആക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച്. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഒക്കെ എവിടുന്ന കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും ഒരു FCA നോട്ടിഫിക്കേഷൻ 2022 മലയാളം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് ഞാൻ. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിൽ മലയാളത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് എന്തെങ്കിലും എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്താണ് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബുക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ആമസോണിൽ നിന്നൊക്കെ റിവ്യൂ ഉള്ള ബുക്കാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ അവർക്ക് ഈ ഒരു ബുക്കിൽ ക്ലിക്ക് ചെയ്താൽ ആമസോണിലൂടെ വാങ്ങാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ FCA നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഇതിൽ കാണാം. ഇതിന്റെ എലിജിബിലിറ്റി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് വേക്കൻസി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം FCA നോട്ടിഫിക്കേഷൻ 2022 ഇമ്പോർട്ടന്റ് ലിങ്ക്സ് എന്ന് പറയുന്നത് കാണാം. ഇതിൽ നിങ്ങൾക്ക് കാണാം അപ്ലൈ നൗ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ 5 ആണ്. സെപ്റ്റംബർ 6 മുതലാണ് നമുക്ക് ഈ ലിങ്ക് ലഭിക്കുക. അപ്പൊ നാളെ ഞാൻ ഈ ലിങ്ക്, അതായത് സെപ്റ്റംബർ 6 ഞാൻ ഈ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാറുണ്ട്. എന്താണ് എനേബിൾ ആയിട്ട് വരും, ഞാനിവിടെ ആക്റ്റീവ് ആക്കും ആ ലിങ്ക് ലഭിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തിട്ട് ഞാൻ കാണിക്കാം എവിടെയായിരിക്കും ലിങ്ക് ഏകദേശം വരിക എന്നുള്ളത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ലിങ്ക് വരിക. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാം, ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം ഫോർ അപ്ലിക്കേഷൻ പ്രോസസ്സ് ലിങ്ക് അവൈലബിൾ ഫ്രം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. 6/9/2022 മുതൽ നിങ്ങൾക്ക് കാണാം 5/10/2022 പ്രത്യേകം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് കൊടുക്കാം. അപ്പൊ കാണാം നോട്ട് ഫൗണ്ട് ആണ് URL, അത് എന്താണ് ആക്റ്റീവ് ആയിട്ടില്ല. അപ്പം നാളെ ആയിരിക്കും അത് ആക്റ്റീവ് ആയാലും നമ്മള് ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഫോമിലേക്കായിരിക്കും പോവാം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സഹിതം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാട്സാപ്പിൽ നമ്മളോട് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഞാനൊരു പ്ലാനിങ് ഇടുന്നുണ്ട്, നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സർവീസ്. അപ്പോൾ അത് എത്രത്തോളം വിജയകരമാവുന്ന അറിയില്ല, ഒന്ന് തുടങ്ങി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ കോസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒരു സർവീസ് ചാർജ് എന്നുള്ള ലെവലിൽ വാങ്ങും. കാരണം നമ്മൾ ഇതിന്റെ സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരിക്കണമല്ലോ. അപ്പൊ നമ്മുടെ ഒരു നിശ്ചിതമായുള്ള സമയം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു സർവീസ് ചാർജ്, നിങ്ങൾ ഇന്റർനെറ്റ് കഫേയിലെ കൊടുക്കുന്ന ഒരു സർവീസ് ചാർജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങിയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറയാം. നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി പാക്കേജിന്റെ ബുക്കുകൾ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഈ ഒരു ബുക്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിന്റെ മുകളിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആമസോണിലേക്കാണ് പോകുക. ആമസോണിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രിപ്പറേഷൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഇത് വാങ്ങാവുന്നതാണ്, ബുക്കുകളൊക്കെ വാങ്ങാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ കോഴ്സുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അത് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു.